അങ്ങനെയാണല്ലോ നമ്മുടെ കൽബിന് ഉടക്കിയതാണ് നമ്മുടെ കൽബ് നിറയൽ. ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കും കൽബ് നിറയെ, ചിലപ്പോൾ ബാപ്പയായിരിക്കും കൽബ് നിറയെ, ചിലപ്പോൾ കൂട്ടുകാരനായിരിക്കും കൽബ് നിറയെ. മദ്രസയിൽ കൊണ്ടുപോയ വിട്ട കുട്ടി പിന്നെ ആ കുട്ടി ഓടി തിരിച്ച് മദ്രസ വിട്ട് വന്നിട്ട് ഉമ്മാൻ്റെ മടിയിലേക്ക് ഒറ്റ വീഴല. എന്തുകൊണ്ട്? കുട്ടിയുടെ കൽബ് നിറയെ ആരാണ്? ഉമ്മയാണ്. ആ കൽബ് നിറയണം, കൽബ് വേറൊന്നുണ്ടാവരുത്. അല്ലാഹു റസൂലുണ്ടായാൽ പിന്നെ ബാക്കിയൊക്കെ ഒരു പണിയായിരിക്കും. അല്ലാഹു റസൂൽ ഇല്ലാത്ത കാലത്തോളം നമുക്ക് സമ്പത്ത് മുതൽ അത് ഇതൊക്കെ ആയിരിക്കും വലിയ കാര്യം. അതൊന്നും തെറ്റായ കാര്യമല്ല. അല്ലാഹു റസൂലും കൽബിൽ നിറഞ്ഞ ആളാണ് സയ്യിദ് സുലൈമാൻ. സുലൈമാൻ്റെ അലൈഹിസ്സലാത്തു വസ്സലാം ആ കൽബിൽ അള്ളാഹുവും മുഹമ്മദ് നബിയും നിറഞ്ഞു കിടന്ന ആളാണ് സയ്യിദ് സുലൈമാൻ. അതുകൊണ്ടാണ് മാനത്ത് പറക്കാൻ കഴിഞ്ഞത്. മസ്നവിയുടെ തുടക്കമാണെന്നാണ് എൻ്റെ ഓർമ്മയെന്നെടുത്ത് പറയാൻ. മസ്നവിയിൽ തുടക്കം എന്ത് പറയാണ്? കാറ്റിനോട് ചോദിക്കാണ് ഒരാൾ, കാറ്റേ എന്തിനാണ്? കവി ചോദിക്കുക കാറ്റേ എന്തിനാണ് നീ ഈ സുലൈമാനെ പൊക്കിക്കൊണ്ട് നടന്നത്? അപ്പോൾ കാറ്റ് കവിയോട് തിരിച്ചു പറയാണ്, എങ്ങനെ ഞാൻ സുലൈമാനെ പൊക്കാതിരിക്കും? വഫീ ഖാതമിഹി മൻഖൂശും ബി മുഹമ്മദ് റസൂലുള്ളാഹ്. സുലൈമാൻ്റെ മോതിരത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടല്ലോ, പിന്നെ എനിക്ക് സുലൈമാനെ പൊക്കാതിരിക്കാൻ പറ്റൂ? ഇതാണ് മസ്നവിയുടെ തുടക്കം. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെട്ട ഗ്രന്ഥം മസ്നവിയാണ്. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പാരായണം ചെയ്യപ്പെട്ട ഗ്രന്ഥം മസ്നവിയാണ്. പേർഷ്യൻ കവിതയാണ്. ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി. ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പാരായണം ചെയ്യപ്പെട്ട ഗ്രന്ഥം മസ്നവിയാണ്, ജലാലുദ്ദീൻ റൂമിയുടെ. എൻ്റെ തുടക്കം ഇങ്ങനെയാണ്. കവി കാറ്റിനോട് ചോദിക്കുക. തുടക്ക ഭാഗത്തുണ്ട്. തുടക്കം അതല്ല, തുടക്കം ഇങ്ങനെയാ. മുളന്തണ്ടിനോട് ചോദിക്കാണ് കവി, എന്തിനാണ് നീ ഊതുമ്പോഴത്തിന് പിന്നെ മണിനാഥം മുഴക്കുന്നത്? അപ്പോൾ മുളന്തണ്ട് പറഞ്ഞു, ഞാൻ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ലേ, ആ ഒരു വേബഡുവാണ്, ആ വേദനയാണ്. വിട്ടുപിരിഞ്ഞല്ലോ, ആ വേദന, വിട്ടുപിരിയലിൻ്റെ വേദന ഒരിക്കലും തീരൂല, ഭയങ്കര. മുളന്തണ്ടിൽ ഊതുമ്പോഴത്തിന് ഒരു സ്വരരാഗ ഭംഗി ഉണ്ടാണ്ട്, ഒരു സ്വരരാഗ സുധ വരും. അപ്പോൾ കവി ചോദിക്കാണ്, ഊതുമ്പോഴത്തിന് നീ എന്തിനാണ് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മുളന്തണ്ട് പറഞ്ഞു, അതെൻ്റെ ശബ്ദമല്ല, അതെൻ്റെ കരച്ചിലാണ്. ഞാൻ മുളങ്കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നല്ലോ എന്ന വേദന, വേർപാടിൻ്റെ വേദന ഒരു കാലത്തും അവസാനിക്കൂല. ഹൃദയമുള്ളവരോടെ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നിങ്ങളെപ്പോലത്തെ അന്തംഗമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജനാബൽ ആശിമിയിൽ മുഖദ്ദസി സലാമി യുസ്രി കുല്ല മിസ്കിൻ വനർജസി. അതായത് കേവലം എൻ്റെ ദൃഷ്ടി ഓടുകയല്ല, എന്നാൽ വിട്ടുകിടക്കുന്ന ഓരോ വഴിദൂരത്തിലും ഞാൻ അന്വേഷിക്കാൻ ആരെ? മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഞാൻ ആരുമാണ്? ഇർമിസ് പറഞ്ഞാൽ അതിശക്തമായി ഓടാൻ കഴിയുന്ന ഒട്ടകത്തിനാണ് ഇർമിസ് എന്ന് പറയാം. അതിൻ്റെ മീതെയാണ് എൻ്റെ ദൃഷ്ടി. ഞാൻ അന്വേഷണത്വരയില്ല, മുഹമ്മദിനെ കിട്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിദൂരം കടന്നു, ഞാൻ ഓടുകയാണോ? അല്ല, മേഞ്ഞോടുക. അതായത് ഓരോ വിട്ടുകിടക്കുന്ന വഴിയിലും മുഹമ്മദിയത്തെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആരെ മേലെ എത്തി? ഇർമിസ് എന്താൽ അതിശക്തമായി ഓടാൻ കഴിയുന്ന ഒട്ടകത്തിനെയും അപ്പുറത്തേനെത്തിയിട്ടുണ്ട്. അതായത് മുഹമ്മദ് മുസ്തഫാനെ നമുക്കത് മനസ്സിലാവൂല, നമുക്ക് അങ്ങനത്തെ ഒരു നബിയെ അറിയൂല. നമുക്ക് സ്വർഗത്തിൽ കടത്തി തന്ന നബിയെ അറിയുള്ളൂ. സുന്നിയാണെങ്കിൽ, വഹാബിയാണെങ്കിൽ ഖുർആൻ കൊടുത്ത നബിയെ അറിയുള്ളൂ.
സുന്നിയാണെങ്കിൽ ഷഫാഅത്ത് ചെയ്ത് കൊടുത്ത ചെയ്യാൻ പറ്റിയ നബിയെ അറിയും. അതിൻ്റെ അപ്പുറത്തെ നബി അറിയില്ല. നരകത്ത് കടന്നിട്ടും നബിക്ക് വേണ്ടി കരയുന്ന ഒരാൾ, അതാണ് കവി. നരകത്ത് കടന്നാൽ നരകമായിക്കോട്ടെ, അവിടുന്ന് നബിയെ കിട്ടണം, അത്രയേ ഉള്ളൂ. ലയിച്ചുപോയി. ഞാൻ ചണ്ടാല ഭിക്ഷുകിയെ പറ്റി പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കയ്യും കാലും വെട്ടിയിട്ടും പെണ്ണിന് എന്തില്ല, ഈ ബ്രാഹ്മണ കുമാരനോടുള്ള പ്രേമം മാറിയിട്ടില്ല. അയാൾ ബ്രാഹ്മണകുമാരനെ പ്രേമിച്ചു എന്ന കാരണത്താലാണ് ഈ പെണ്ണിൻ്റെ കയ്യും കാലും വെട്ടിയിട്ട്. എന്നിട്ട് അവൻ ആ ചുടലയിൽ വരുന്നത് ആ പെണ്ണിന് ആവശ്യമല്ല. ഒരു രാത്രി ഈ ബ്രാഹ്മണകുമാരൻ നട്ടപ്പാതിരക്ക് ചുടലയിൽ വരുമ്പോൾ ഈ പെണ്ണ് കരയാണ്, പ്രഭു അങ്ങ് എന്തിനിങ്ങോട്ട് വന്നു? അങ്ങേ വല്ല ഇഴജന്തുക്കളും കടിച്ചാലോ, അങ്ങേ കാട്ടുജീവികൾ ആക്രമിച്ചാലോ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവൾക്ക് എന്തില്ല? ഈ ബ്രാഹ്മണകുമാരൻ്റെ പേരിൽ എന്തില്ല? കയ്യുമില്ല, കാലുമില്ല. അതാണ് പ്രേമം. അതിനാണ് പ്രേമം എന്നറിയാം. എന്തല്ല, ഓളവിടെ കയ്യും കാലും വെട്ടിയിട്ട് രാവിലെ കൊണ്ടേ ഇട്ടു 6 മണിക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് 6:45 7 മണിയായി ഓനെത്തിയപ്പോഴത്തെ. അപ്പോൾ പറയാം, എന്ത് നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? 1 മണിക്കൂർ ഞാൻ ഇവിടെ എങ്ങനെ കഴിച്ചുകൂട്ടി? ഇത് പറയുന്നതാണ് ഇന്ന് നമ്മളെ പെണ്ണുങ്ങളെ മനസ്സ്. അതിന് പ്രേമെന്ന് അറിയില്ല. അതിന് എന്നെക്കാൾ മസിലുള്ള ഒരുത്തനെ കണ്ടാൽ അങ്ങോട്ട് പോകും. നമ്മളെ പെണ്ണുങ്ങൾ പോകുന്നും പോകൂല എന്നും പറയല്ല. അതല്ല ഇവിടെ അർത്ഥം. അതിനൊന്നും എന്ത് പറയില്ല, പ്രേമം എന്നറിയില്ല. ഇതാണ് പ്രേമം. നരകത്തിൽ കിടന്നാലും നബിയെ കുടിക്കുക. നമുക്ക് സ്വർഗത്തിലാക്കി തരുന്ന നബിയാണ് ഇഷ്ടം. കവിനെ പോലത്തെ നരകത്തിലും നഷ്ടപ്പെടാത്ത നബിയാണ് ഇഷ്ടം. നരകത്തിലായിക്കോട്ടെ, എന്നാൽ നബി നഷ്ടപ്പെടരുത്. മനസ്സിലായില്ലേ? കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. എന്തിനേക്കാൾ നബി, സ്വർഗത്തിനേക്കാൾ നബി. സ്വർഗം നബിക്കൊരു വിഷയമല്ല, വ്യക്തിക്കൊരു വിഷയമല്ല, നബി വിഷയം. ഉഹദ് യുദ്ധത്തിൽ അമ്പെയ്ത്തുകാർ, ചില ശത്രുക്കളായ അമ്പെയ്ത്തുകാർ നബിയുടെ നേർക്ക് അമ്പെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോഴത്തിന് ഒരു സ്വഹാബി ഓടിച്ചെന്ന് നബിയെ കെട്ടിപ്പിടിച്ചു. ആ സ്വഹാബി മരിച്ചിട്ട് വിട്ടില്ല, നിന്ന നിൽപ്പിൽ മരിച്ചു. മരിച്ചു വീണപ്പോൾ 90 അമ്പുകളാണ് തടിയിലുള്ളത്. 90 അമ്പുകൾ, 90ഓളം അമ്പുണ്ട് ഈ സ്വഹാബിയുടെ തടിയിൽ. ആരെ രക്ഷപ്പെടുത്തുക? സുൽത്താനെ. അതാണ് പ്രേമം. അമ്പെയ്ത്തുകാർ വരുമ്പോഴത്തേന് 4 ആളെ കൂട്ടിക്കൊണ്ടുവരാൻ പോകല. ന്യായം പറയാലോ, എവിടെയിരുന്നു എന്ന് വെച്ചാൽ പറഞ്ഞാലോ, ഞാൻ നബിയെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആളെ കൂടാൻ പോകുന്നല്ലേ, അതിൻ്റെ ഇടക്കല്ലേ പോലും ഇങ്ങനെയൊക്കെ കാട്ടുമെന്ന് എനിക്കറിയും. അങ്ങനെയും പറയാലോ. അപ്പോൾ നബിക്കും പറയാലോ, അങ്ങനെ ഒന്നിനെ ആക്രമിക്കാൻ കാരണം ഇവൻ ഇവിടെ എൻ്റെ പരിസരത്തിന്, പക്ഷേ നിങ്ങളെ കൊണ്ടുവരാൻ പോയിട്ട് നിങ്ങൾ വരാൻ നേരം വൈകിയതുകൊണ്ടാണ് ആ സാധുവിന് നിങ്ങളെ കിട്ടാൻ. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയാലോ. 90ഓളം അമ്പ് കൊണ്ട് വീണു, മരിച്ചിട്ടും വിട്ടില്ല. അത് പ്രേമാണ്. മനസ്സിലായില്ലേ? അതാണ് പ്രേമം. നമുക്ക് പ്രേമം എന്താണെന്നറിയില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ പ്രേമമാണ്, ഡെഫിനിഷനുമില്ല. എന്താ പ്രേമത്തിന് ഡെഫിനിഷൻ പറയാൻ കഴിയില്ല. അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് പ്രേമം. കിട്ടി തീർക്കാൻ കഴിയില്ല ആ പ്രേമം. പ്രേമിക്കുന്നവരെ എന്നും ജനങ്ങൾ ആക്ഷേപിക്കും. പ്രേമിക്കുന്നവരെ എന്നും ജനങ്ങൾ ആക്ഷേപിക്കും, ഉറപ്പാണ്. ഇപ്പം ഷമീറിന് സലാമാക്കി തമ്മിൽ വല്ലാത്തൊരു പ്രേമോ ഇഷ്ടമോ ആയാൽ, പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം. പ്രേമമായാൽ നിങ്ങൾ ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞാലും ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ പ്രേമ തമ്മിൽ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ബാക്കിയുള്ള ദിവസം പഞ്ചായത്ത് പണിയാണ്, പിന്നെ സലാമിന് കച്ചവടമാണ്, മറ്റേ മാഷിന് കോളേജിൽ ഡ്യൂട്ടിയാണ്. അങ്ങനെ 3 ആൾ 3 കൊമ്പത്താണ്. ഞായറാഴ്ചയാണ് കാണുമ്പോഴത്തിന് കണ്ടുമുട്ടി 6 മണിക്ക് തന്നെ ഇവിടെ എത്തി. 7 മണിക്കാണ് ക്ലാസ് തുടങ്ങാന്നുള്ള പേരിൽ 7:45 ക്ലാസ് തുടങ്ങും. അങ്ങനത്തെ സമയത്ത് തന്നെ ഇവർ 6 മണിക്ക് തന്നെ ഇവിടെ എത്തും. 7:30 കഴിഞ്ഞിട്ടില്ലെങ്കിൽ ക്ലാസ് എടുക്കും. ഒരു ക്ലാസ് നല്ല പോലെ വിഷയം ഓല് കണ്ടാൽ കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കും.
പിന്നെ തിരിച്ചു പോയാലും പെണ്ണുങ്ങളിങ്ങനെ വിളിക്കും, അല്ല ഇരിക്കുന്ന മൂത്തമ്മാൻ്റെ മകളെ കല്യാണമാണ്, അയച്ച് ആരെങ്കിലും കൂടെ ഓട്ടോറിക്ഷ ഏൽപ്പിക്കാം, ഒന്ന് നിങ്ങൾക്കൊന്ന് വന്നാലെന്താ, ഞാൻ ഒരത്യാവശ്യത്തിലാണ്. എന്താ അത്യാവശ്യം? ഒരത്യാവശ്യമല്ല, പ്രേമം കൂടിപ്പോയതാണ്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലോ, വീട്ടിൽ ചെന്നാൽ ഫോൺ വെക്കൂല. 8 മണിക്ക് ഫോൺ ഓഫാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓള് രക്ഷപ്പെട്ടു. നിങ്ങളോടല്ലേ നിങ്ങളെ മറ്റേ ആ മൂല്യർ 8 മണിക്ക് ഓഫാക്കണം എന്ന് പറഞ്ഞ് അതെങ്കിലും ഒന്ന് ഒഴിവാക്കി അതൊന്നും കേട്ടൂടെ കാക്കാൻ നിങ്ങൾക്ക്. ഒക്കെ മൂല്യർ ഇഷ്ടമുള്ള ഒരേ നേരം അത് മാത്രമാണ്, ബാക്കി നേരത്തൊന്നും ഓക്കെ മൂല്യരെ പിടിക്കൂല. 8 മണിക്ക് ഫോൺ ഓഫാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓള് മനസ്സിലായി, അൽഹംദുലില്ലാ അതിലെങ്കിലും അയാളൊരു നല്ല കാര്യം പറഞ്ഞല്ലോ. നിലനിർത്തൂല. അതിനെന്താ കാരണം? പ്രേമം. അപ്പോൾ ഭാര്യ ആക്ഷേപിക്കും, പിന്നെ ഭാര്യൻ്റെ ഉമ്മ ആക്ഷേപിക്കും. പോലിക്ക് 2 ചങ്ങായിമാരെയും കൂടി കിട്ടിയിരുന്നു. അപ്പോൾ അമ്മായിമ്മ പിറ്റേന്ന് വരുന്നത് അതൊക്കെ എൻ്റെ പുതിയതിനെ കുറച്ച് ആളെ കിട്ടിക്കണം കേൾക്കണം. എല്ലാവരും ആക്ഷേപിക്കും, നാട്ടുകാർ എല്ലാവരും ആക്ഷേപിക്കും. പ്രേമത്തിന് ആക്ഷേപിക്കാത്തൊരു പ്രേമം ഉണ്ടാവും. എലുമുനനി ജനങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ വേണം. ഓ അത്രത്തോളം എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മളൊക്കെ പോലെ എന്താ വാങ്ങ് കൊടുത്തിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആയിക്കോട്ടെ, അല്ലാഹു റസൂൽ. ബാക്കിയൊക്കെ നമ്മളെ കാര്യം നോക്കണ്ടേ? അല്ലാഹ് റസൂൽ പറഞ്ഞാൽ പള്ളി പൈപ്പ് മാറും, സത്യല്ലേ? അപ്പൊ അത് തന്നെ ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒരാൾ റസൂലുള്ളാഹിനെ പ്രേമിക്കും, ഈശ്വരവാദി ആക്ഷേപിക്കും, ലിബറലിസ്റ്റ് ആക്ഷേപിക്കും, വാബി ഏതായാലും ആക്ഷേപിക്കും, പിന്നെ സുന്നി എന്ന് പറയുന്നവരൊക്കെ ആക്ഷേപിക്കും. സുന്നിയല്ല, സുന്നിന്ന് പറഞ്ഞ് മുണങ്ങി നടക്കുന്നവർ ഇവരൊക്കെ ആക്ഷേപിക്കും. എലുമുനനി